SSLC പരീക്ഷയ്ക്ക് 2022 സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം 3, 7, 11 എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? 3, 7, 11 എന്ന ശ്രേണി തന്നിട്ടുണ്ട്. ഇതിലെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ 1 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. പൊതുവ്യത്യാസം കാണാൻ D സമം രണ്ടാം പദം മൈനസ് ഒന്നാം പദം, അതായത് 7 മൈനസ് 3 ഈക്വൽ ടു 4. D സമം 4. രണ്ടാമത്തെ ചോദ്യം 5, 8, 11 എക്സെട്ര ഒരു സമാന്തര ശ്രേണിയാണ്. ഇതിൽ A ക്വസ്റ്റ്യൻ ഇതിൻ്റെ 20-ാം പദം എത്ര? B ക്വസ്റ്റ്യൻ ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ത്? ഓരോ മാർക്ക് വീതം. ആദ്യം നമ്മൾ D കണ്ടുപിടിക്കണം. D സമം രണ്ടാം പദം മൈനസ് ഒന്നാം പദം, അതായത് 8 മൈനസ് 5 ഈക്വൽ ടു 3. N എന്ന് പറഞ്ഞാൽ 20. F ഫസ്റ്റ് ടേം ഒന്നാം പദം 5. ഇനി നമുക്ക് Aയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. Aയുടെ ചോദ്യം ഇതായിരുന്നു, 20-ാം പദം എത്ര? n-ാം പദം കാണാനുള്ള സമവാക്യം നമുക്കറിയാം. n-ാം പദം ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. 20-ാം പദം ഈക്വൽ ടു d ഇൻറ്റു n. d 3 3 ഇൻറ്റു n 20 20 പ്ലസ് f 5 d 3, അതായത് 3 ഇൻറ്റു 20 പ്ലസ് 5 മൈനസ് 3. അപ്പോൾ 3 ഇൻറ്റു 20 അതുപോലെ തന്നെ എഴുതുക, പ്ലസ് 5-ൽ നിന്ന് 3 കുറച്ചാൽ 2. അപ്പം 3 ഇൻറ്റു 20 പ്ലസ് 2, 3 ഇൻറ്റു 20 60, 60 പ്ലസ് 2 62. നെക്സ്റ്റ് ചോദ്യം പറഞ്ഞിട്ടുള്ളത് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ത് എന്നാണ്. ബീജഗണിത രൂപം കണ്ടുപിടിക്കാനുള്ള സമവാക്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. dn പ്ലസ് f മൈനസ് d, അതായത് n-ാം പദം കണ്ടുപിടിക്കാനുള്ള സമവാക്യം തന്നെ നമുക്ക് ബീജഗണിത രൂപം കണ്ടെത്താനും ഉപയോഗിക്കാം. ബീജഗണിത രൂപം ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d, അതായത് 3 ഇൻറ്റു n പ്ലസ് 5 മൈനസ് 3. ഇവിടെ n-ന് വില കൊടുക്കരുത്, കാരണം n ചേർത്ത് എഴുതുന്നതാണ് ബീജഗണിത രൂപം. സമാന്തര ശ്രേണിയിൽ n ചേർത്ത് n ഉൾപ്പെടെ കിട്ടുന്ന ഉത്തരമായിരിക്കണം ബീജഗണിത രൂപം. അപ്പോൾ n-ൻ്റെ 20 എന്നുള്ള നമ്പർ ഇവിടെ കൊടുക്കണ്ട, അതായത് 3 ഇൻറ്റു n-ന് പകരം n തന്നെ കൊടുക്കുക. 3 ഇൻറ്റു n പ്ലസ് 5 മൈനസ് 3, 3 ഇൻറ്റു n 3n, അതായത് 3 ഇൻറ്റു n 3n പ്ലസ് 5 മൈനസ് 3 2, അതായത് 3n പ്ലസ് 2. അപ്പോൾ ഈ ശ്രേണിയുടെ n-ാം പദം അല്ലെങ്കിൽ ബീജഗണിത രൂപം 3n പ്ലസ് 2.